സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡായ 83-ലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദേശ പര്യടനത്തിന് പോയ ചിത്ര ചേച്ചി ഈ എപ്പിസോഡിലും ഇല്ല. സ്റ്റാർ സിംഗറിൻ്റെ മാസ്റ്റർ പീസായ റിട്രോ റൗണ്ടും 1 vs 1 റൗണ്ടുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് റൗണ്ടുകളിൽ ഇതുവരെ ഓരോരുത്തർക്കും കിട്ടിയ മാർക്സും ആരാണ് മുന്നിലെത്തിയതെന്നൊക്കെ നോക്കാം. വിദേശത്ത് നിന്ന് ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് സ്റ്റാർ സിംഗറിൽ. മത്സരം തുടങ്ങുമ്പോൾ ആദ്യമായി പാടാനെത്തുന്നത് 1 vs 1 റൗണ്ടിൽ തീർത്ഥയും ശിവപ്രിയയുമാണ്. സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണയിലെ ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്നത്. ഈയിടെ അന്തരിച്ച പ്രിയ ഗായിക ആശാ ഭോസ്ലെജിയുടെ ഗാനമായ ദമ്മരുതം ആണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്നത്. അതിശയിപ്പിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. കോറസ് പാടിയ മെൻറ്റേഴ്സിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ശിവയും തീർത്ഥയും മത്സരിച്ചു പാടിയപ്പോൾ ഗോൾഡൻ സ്റ്റാറിൽ കുറഞ്ഞതൊന്നും കൊടുക്കാനായിരുന്നില്ല ജഡ്ജസിന്. 3 ജഡ്ജസും കൂടെ ഒരുമിച്ചാണ് ഗോൾഡൻ ബസർ പ്രസ് ചെയ്തത്. ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഒക്കെയായി അതിമനോഹരമായി ഒരു പെർഫോമൻസ് ആണ് ഇവർ രണ്ടുപേരും ചേർന്ന് കാഴ്ചവെച്ചത്. അടുത്തതായി പാടാനെത്തുന്നത് റിട്രോ റൗണ്ടിൽ അർജുനാണ്. എല്ലാവർക്കും അറിയാം, കുറച്ച് പുറകിലാണ് ഈ റൗണ്ടുകളിൽ അർജുൻ. മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ അർജുൻ ആവട്ടെ. നാഴികക്കല്ല് എന്ന പഴയകാല ചിത്രത്തിലെ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അർജുൻ പാടുന്നത്. വളരെ രസകരമായ രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അർജുൻ ഈ പാട്ട് അവതരിപ്പിച്ചു. മെന്ററായ ശ്വേതയാണ് ഈ പെർഫോമൻസിന് അർജുനെ സഹായിക്കാനെത്തിയത്. എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു അതിമനോഹരമായ ഗാനം അർജുൻ മനോഹരമായി തന്നെ പാടി. ഗോൾഡൻ സ്റ്റാർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗാനമായിരുന്നു. ചെറിയ ചില മിസ്റ്റേക്സ് കാരണം 99.5 മാർക്കാണ് അർജുന് ലഭിച്ചത്. അടുത്തതായി വേദിയിലെത്തിയ ദിൽരാജും റിട്രോ റൗണ്ടിൽ തന്നെയാണ് പാടാനെത്തുന്നത്. ഹിന്ദി ഗാനങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന ദിൽരാജ് ആരാധന എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കിഷോർ കുമാർ പാടിയ സൂപ്പർ ഹിറ്റ് ഗാനമായ രൂപ് തെരാ മസ്താന എന്ന ഗാനമാണ് വളരെ മനോഹരമായ രീതിയിൽ പെർഫെക്ഷനോടുകൂടി ദിൽരാജ് പാടിയത്. വളരെ മികച്ച രീതിയിൽ പാടിയിട്ടും പ്രേക്ഷകരുടെ അത്രയധികം സപ്പോർട്ട് കിട്ടാത്തൊരു ഗായകനാണ് ദിൽരാജ് എന്ന് തോന്നുന്നു. മറ്റുള്ള കണ്ടസ്റ്റൻസ് മെൻറ്റേഴ്സ് പറയുന്നത് അതുപോലെ പാടുമ്പോൾ ദിൽരാജ് സ്വന്തമായി ഇംപ്രവൈസ് ചെയ്താണ് പാടുന്നത്. അത് ഗൈഡ് ചെയ്യാനായി ദിൽരാജിൻ്റെ മെൻറ്ററായ ജാസിം കൂടിയുണ്ട്. ഈ പെർഫോമൻസിന് ദിൽരാജിന് ഗോൾഡൻ സ്റ്റാർ ലഭിച്ചു. റിട്രോ റൗണ്ടിലെ ആദ്യത്തെ ഗോൾഡൻ സ്റ്റാർ ആണ് ദിൽരാജിന് ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി വേദിയിൽ പരിചയപ്പെടുത്തുന്നത് UAE ടാലന്റ് ഹണ്ട് വിന്നറായ സോണിയ ശ്യാമിനെയാണ്. കുറേയധികം വിദേശ മത്സരാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള മനോഹരമായ ശബ്ദത്തിനുടമയാണ് സോണിയ. ചിത്രചേച്ചിയുടെ എവർഗ്രീൻ ഹിറ്റായ രാജഹംസമേ പാടിയാണ് സോണിയ പ്രേക്ഷകരെ കയ്യിലെടുത്തത്. ചിത്രചേച്ചിക്ക് മുന്നിൽ പാടേണ്ടിയിരുന്ന പാട്ടായിരുന്നു, എങ്കിലും അതിമനോഹരമായിരുന്നു സോണിയ. ഈ എപ്പിസോഡിലെ അവസാന മത്സരം പാടാനെത്തുന്നത് കൃഷ്ണശ്രീയും സൂര്യനാരായണനുമാണ്. മദ്രസ പട്ടണം എന്ന ചിത്രത്തിലെ അതിമനോഹരമായൊരു തമിഴ് ഗാനമാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. പൂക്കൾ പൂക്കും തരുണം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഈ ഗാനത്തിനെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്തു കോറസ്. രൂപ് കുമാർ രാത്തോഡ്, ഹാരിണി, ആൻഡ്രിയ എന്നിവർ ചേർന്ന് പാടിയ ഈ ഗാനം ഇവർ രണ്ടുപേരും ചേർന്ന് മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. ഇതിൽ വരുന്ന ഇംഗ്ലീഷ് പോർഷനൊക്കെ അതിമനോഹരമായാണ് ഇവർ പാടി വെച്ചത്. മുത്തുമണി കിലുങ്ങുന്ന പോലെയുള്ള കൃഷ്ണയുടെ വോയിസും സൂര്യൻ്റെ ഡെപ്തുള്ള വോയിസും അതിമനോഹരമായി ജെല്ല് ചെയ്തിരുന്നു ഈ പാട്ടിൽ. രണ്ടുപേരും നേടിയത് 99.5 മാർക്കാണ്. 4 റൗണ്ട് പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇവരാണ്. സൂര്യനാണ് ഏറ്റവും മുന്നിൽ. ഓരോ പെർഫോമൻസ് വീതം ഇവർക്ക് ബാക്കിയുണ്ട്. പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് ദിൽരാജ്, തീർത്ഥ, ശിവപ്രിയ എന്നിവരെയാണ്. ഗോൾഡൻ സ്റ്റാർ ലഭിച്ച ഇവർക്ക് തന്നെയാണ് പെർഫോമേഴ്സ് ഓഫ് ദ വീക്കിൻ്റെ പ്രൈസ് ലഭിക്കുന്നത്. ഗോൾഡൻ മൊമെൻ്റായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ശിവപ്രിയയും തീർത്ഥയും ചേർന്നുള്ള പെർഫോമൻസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഗോൾഡൻ സ്റ്റാർ ലഭിച്ചിരുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്